ഒത്തിരി വിശ്വാസത്തിൽ തളർന്നു പോയവരുണ്ട്. അവരെ ദൈവം ശക്തിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒന്നിച്ച് ചേർന്ന് അല്പസമയം ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ചെറിയ കാര്യം നിങ്ങളോട് പങ്കുവച്ച ശേഷം നമ്മൾ ഒന്നിച്ച് ടങ്സിൽ പ്രാർത്ഥിക്കുവാണ്. കഴിയുന്നതും അവസാനം വരെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നവർക്കെല്ലാം ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കാരണം ഒടുവിൽ നമ്മൾ ടങ്സിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ആത്മമണ്ഡലത്തിൽ പല ഷിഫ്റ്റുകളും സംഭവിക്കുന്നത്. ആ സമയം വരെ നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുമെങ്കിൽ ഇരുന്നാട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒന്നിച്ചു ചേർന്ന് ഒരു കാര്യത്തിലേക്ക് നമുക്ക് വരാം. വളരെ വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണത്. എങ്ങനെ, ഞാൻ പറയുന്നത് ഓഡിബിൾ ആണല്ലോ, കേൾക്കാമല്ലോ അല്ലേ? എങ്ങനെ നമുക്ക് വിശ്വാസത്തിൽ ബലപ്പെടാം, അല്ലെങ്കിൽ നമ്മുടെ ഫെയ്ത്ത് എങ്ങനെ ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. ഹല്ലേലൂയ. പലപ്പോഴും വിശ്വാസത്തിൽ നമ്മൾ ക്ഷീണിച്ചു പോകുന്നവരാണ്. പല പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോഴൊക്കെയും വിശ്വാസത്തിൽ നമ്മൾ പലരും, ഒട്ടുമിക്കവരും തന്നെ ക്ഷീണിച്ചു പോകുന്ന അവസ്ഥയുള്ളവരാണ്. ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെ നമുക്ക് ആ ഫെയ്ത്തിനെ ബിൽഡ് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു 2 കാര്യങ്ങൾ വേഗത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്കെല്ലാം വിശ്വാസം എന്താണെന്ന് എല്ലാം ചോദിച്ചാൽ അറിയാം. ബൈബിൾ എല്ലാവരും അറിയുന്നവരാണ്. ഇതിലായിരിക്കുന്ന ഒട്ടുമിക്ക പേരും എല്ലാം തന്നെ ബൈബിൾ അറിയുന്നവരാണ്. നമ്മളെ ഉടനെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ എബ്രായർക്ക് എഴുതിയ ലേഖനമാണ് പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ വരിക അല്ലേ? നിങ്ങൾക്ക് എന്താണ് ഓർമ്മയിൽ വരിക എന്ന് അറിയത്തില്ല. നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 11-ാം അധ്യായമാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. എന്നാൽ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്ന് നമ്മൾ പെട്ടെന്ന് പറയും. ശരിയല്ലേ? ഹല്ലേലൂയ. ഇതെല്ലാം ആണെങ്കിലും നമ്മൾ പലപ്പോഴും പല വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പെട്ടെന്ന് വിശ്വാസത്തിൽ തളർന്നു പോകുന്നവരായി പോകാറുണ്ട്. എത്ര പേർ പറയുന്നു ശരിയാണെന്ന്? ഹല്ലേലൂയ. പല വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകും അല്ലേ? എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ തളരാതെ നിൽക്കാമെന്ന്, എങ്ങനെ ആ ഫെയ്ത്ത് ബിൽഡ് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. അത് നമ്മളെല്ലാവരും അറിയേണ്ട ഒരു കാര്യമല്ലേ? എല്ലാവരും അറിയണം. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം ഇങ്ങനെയാണ് പറയുന്നത്. നമുക്ക് ആ വചനം എടുത്ത് ഒന്ന് നമുക്ക് വായിക്കാം, അതുകൂടി വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അതിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ആരെങ്കിലും ഒന്ന് വായിക്കാമോ? എബ്രായർക്ക് എഴുതിയ ലേഖനം 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പറയും നിങ്ങൾക്കെല്ലാം നല്ല വിശ്വാസമാണെന്ന് പറയും അല്ലേ? ദൈവത്തെ എനിക്ക് വിശ്വാസമുണ്ട്, തന്നെ അന്വേഷിച്ച് വരുന്നവർക്കെല്ലാം പ്രതിഫലം കൊടുക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഹല്ലേലൂയ. എങ്കിലും വിശ്വാസത്തിൽ ചിലപ്പോഴെല്ലാം തളർന്നു പോകുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ടോ, നമ്മുടെ കുടുംബത്തിനകത്ത് വിശ്വാസമുണ്ടോ എന്നൊക്കെ നമുക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നേ? ശരിക്കും എനിക്ക് വിശ്വാസം ഉണ്ടോ എന്നൊക്കെ. വിശ്വാസത്തിൻ്റെ കൂടെ വേറെ 2 കാര്യങ്ങൾ കൂടി എപ്പോഴും വ്യാപരിക്കും. ഏതെല്ലാമാണെന്നറിയാമോ? ആകയാൽ ഡാഷ് 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 എന്നിവ നിലനിൽക്കുന്നു. പറയാമോ ഏതൊക്കെയാണെന്ന്? അത് തന്നെ. ഓക്കെ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു. അവയിൽ വലിയതോ സ്നേഹം തന്നെ. ഏതെവിടെയാ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? 1 കൊരിന്ത്യർ 13. അത് തന്നെ, 1 കൊരിന്ത്യർ 13:13 കേട്ടോ. 1 കൊരിന്ത്യർ 13:13. അപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് നല്ല ഉത്സാഹം ഉണ്ടല്ലോ. എല്ലാവരും പറയട്ടെ, ആൻസർ പറയട്ടെ അല്ലേ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ നിലനിൽക്കുന്നു. അവയിൽ വലിയതോ സ്നേഹം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യാശ ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും. സ്നേഹം ഉണ്ടാവും. പിന്നെ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് വിശ്വാസമുള്ള കുടുംബത്തിനകത്ത്? ഞാൻ പറയട്ടെ, സമാധാനം ഉണ്ടാവും. ഓക്കെ. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോവുകയാണ്. എൻ്റെ സമാധാനം ഞാൻ തരുന്നു, ലോകം തരുന്ന പോലെ അല്ല ഞാൻ തരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസം, കർത്താവിൽ വിശ്വസിക്കുന്ന കുടുംബങ്ങൾക്കകത്ത്
അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ എപ്പോഴും സമാധാനം ഉണ്ടാവും. അടുത്തൊരു കാര്യമാണ് ഐക്യതയുള്ള കുടുംബങ്ങളായിരിക്കും. ഐക്യതയുള്ള കുടുംബങ്ങൾ, നമ്മുടെ കുടുംബത്തിനകത്ത് വിശ്വാസത്തിൻ്റെ തല ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐക്യത ഉണ്ടാവും. കർത്താവ് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലേ, ഞാൻ വന്നത് പിതാവേ അങ്ങും ഞാനും ഒന്നായിരിക്കുന്നത് പോലെ ഇവരെല്ലാം ഒന്നാക്കേണ്ടതിന്. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസമുള്ള ഒരു കുടുംബത്തിനകത്ത് ഐക്യത പ്രകടമായി കാണാനായിട്ട് പറ്റും. ഹല്ലേലൂയ. പിന്നെ സന്തോഷം ഉണ്ടാവും. ഹല്ലേലൂയ. വിശ്വാസം നിലനിൽക്കുന്ന ജീവിതമാണ് നമ്മുടേതെങ്കിൽ സന്തോഷിക്കുന്നവരായിരിക്കും. പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട നമുക്ക് സന്തോഷിക്കാനായിട്ട്, എപ്പോഴും സന്തോഷിക്കും. ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും അത്രേ എന്ന് വചനം പറയുന്നു. ഫിലിപ്പിയർ 4:4 പറയുന്നു, എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ, ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ഹല്ലേലൂയ. അപ്പോൾ എന്തെല്ലാം ഘടകങ്ങളാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക? നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ, ഒന്ന് അനലൈസ് ചെയ്താൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ലെവൽ നമുക്ക് മനസ്സിലാവും. വിശ്വാസത്തിൻ്റെ കൂടെ പ്രത്യാശ, സ്നേഹം, ഐക്യത, സന്തോഷം, സമാധാനം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ ഒത്തിരി മുകളിലാണെന്നാണ് അർത്ഥം. ഹല്ലേലൂയ. ഒരു വിശ്വാസത്തിൽ ഉറച്ച ഒരാൾ മതി ഒരു കുടുംബത്തിനകത്ത് ആ കുടുംബത്തെ മുഴുവൻ പണിതെടുക്കാനായി കഴിയും. ഹല്ലേലൂയ. പലപ്പോഴും ഉണ്ടല്ലോ, നമുക്ക് വിശ്വാസമൊക്കെ ആണെങ്കിലും പല സമയത്തും പല സ്ട്രഗിളുകൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകാറുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മുടെ കുടുംബത്തിലെ ഒട്ടുമിക്ക പേരും തളർന്നു പോകും. ദൈവത്തെ അറിഞ്ഞ നമ്മളല്ലേ അവരെ ധൈര്യപ്പെടുത്തേണ്ടത്, കർത്താവിനെ അറിഞ്ഞ നമ്മളല്ലേ ധൈര്യപ്പെടുത്തേണ്ടത്. ഹല്ലേലൂയ. അവർക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ തളർന്നു പോകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒരിക്കലും ഒരു സഹോദരി എന്നെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചപ്പോൾ വളരെ നന്നായിട്ട് സന്തോഷിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബമാണത്. പെട്ടെന്ന് ഒരു കുഞ്ഞ്, അവരുടെ ഒരു മകളുടെ വിവാഹം മുടങ്ങിപ്പോയി. ആലോചന എല്ലാം ഉറച്ച ശേഷം പെട്ടെന്ന് എന്ത് ചെയ്തെന്ന് അറിയാമോ? ഈ സഹോദരി പെട്ടെന്നൊരു വിഷമത്തിൻ്റെ അവസ്ഥയിലേക്ക് വന്നു. ഉറപ്പിച്ച വിവാഹം എന്ത് ചെയ്തു? മുടങ്ങിപ്പോയി. അപ്പോൾ പെട്ടെന്ന് ബുദ്ധിമുട്ടായി മാറി. ഹല്ലേലൂയ. നിങ്ങളുടെ എല്ലാവരുടെയും ഡിവൈസ് ഒന്ന് മ്യൂട്ടിലിരിക്കാനായിട്ട് ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്നത്, എന്നാലേ എല്ലാവർക്കും കേൾക്കത്തുള്ളൂ. പെട്ടെന്ന് തനിക്ക് ഒത്തിരി നിരാശയായി, തനിക്ക് എപ്പോഴും കരച്ചിലായി, എപ്പോഴും വിഷമമായി. അങ്ങനെ വന്നപ്പോൾ ആ കുടുംബത്തിലെ എല്ലാവരും വിഷമിക്കാനായിട്ട് തുടങ്ങി. ഒരാളുടെ മുഖത്തുള്ള നിരാശയാണ് ആ കുടുംബത്തിനകത്ത് മുഴുവനും നിരാശ കൊണ്ടുവരാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ആ ജീവിതത്തിൽ ഒരാൾ പിശാചിന് വേണ്ടി ഒരു പോർട്ടൽ തുറന്നു കൊടുത്തു. വിശ്വാസത്തിൽ നിന്ന് താഴെ പോയി. നല്ലോണം വിശ്വാസം ഉണ്ടായിരുന്ന ആളാ കേട്ടോ. പക്ഷെ എന്തു പറ്റി? ഒരു സാഹചര്യം പ്രതികൂലമായപ്പോൾ പെട്ടെന്ന് ആ സഹോദരി എന്ത് ചെയ്തു? വിശ്വാസത്തിൽ നിന്ന് താഴെ പോയി. പിന്നെ തൻ്റെ മുഖത്ത് ചിരിയില്ല, എപ്പോഴും ഒരു നിരാശയാണ്. അപ്പോൾ എന്ത് ചെയ്തു? ആ ഭവനത്തിൽ എല്ലാവരും കരയാൻ തുടങ്ങി. ആ ഭവനം മുഴുവൻ നിരാശയിലേക്ക് മാറാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ ഏത് പ്രതികൂല സാഹചര്യം നമ്മുടെ മുന്നിൽ വന്നാലും വിശ്വാസത്തോടെ നമുക്ക് നിൽക്കാനായി കഴിയണം. യേശു ശിഷ്യന്മാരെ കൂടെ കൊണ്ടു നടക്കുമായിരുന്നു, എപ്പോഴും എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച്. എന്നാൽ താൻ വഞ്ചിയിലുള്ളപ്പോൾ തന്നെ, താൻ ബോട്ടിലുള്ളപ്പോൾ തന്നെ പ്രതികൂലം വന്നപ്പോൾ അവർ പേടിച്ചു. യേശുവൊക്കെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. യേശു കൂടെ ഉണ്ടായിരുന്നിട്ടും പ്രതികൂലം വന്ന സമയത്ത്, തിരമാലകൾ ഇളകിയ സമയത്ത് അവരെന്ത് ചെയ്തു? പേടിച്ചു. അവർ ഭയപ്പെട്ടിട്ട് പറഞ്ഞു, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ് യേശുവിനെ ഉണർത്തുകയാണ്. അപ്പോൾ യേശു എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടെന്നാണോ? അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്? അപ്പോൾ അവരുടെ വിശ്വാസം ഇല്ലായ്മയാണ് അവിടെ കർത്താവ് കാട്ടുന്നത്. നമ്മൾ പുതിയ നിയമത്തിൽ ആ ലേഖനങ്ങളല്ല, സുവിശേഷങ്ങൾ മുഴുവൻ പഠിച്ചാലും നമുക്ക് അവിടെ എല്ലാം കാണാൻ കഴിയുന്നത് യേശു വിശ്വാസത്തെ പറ്റി പറയുന്നതാണ്. നിന്റെ വിശ്വാസം വലിയത്, ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമുക്കതെല്ലാം അറിയാം അല്ലേ? ആ രോഗിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പോലും ചുമന്നുകൊണ്ടുവന്ന പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസം ഉള്ളൊരു ജീവിതം നമുക്ക് വേണം മുന്നോട്ട് പോകണമെങ്കിൽ. അപ്പോൾ വിശ്വാസത്തെ പറ്റി പറയാനല്ല ഞാൻ വന്നത്, വിശ്വാസം എങ്ങനെ പടുത്തുയർത്താന്ന് പറയാനാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വിശ്വാസത്തെ, ഫെയ്ത്തിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം എന്ന് പറയാനാണ് ഞാൻ ഇന്ന് ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാര്യം,
നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും വിശ്വാസത്തിൽ തളരാതെ നിൽക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ബൈബിളിൽ നിന്ന് ആ വചനം അങ്ങ് വായിക്കാം. അപ്പോൾ നമുക്കത് മനസ്സിലാവും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. റോമർക്ക് എഴുതിയ ലേഖനം 10:17 ഒന്ന് വായിച്ചേ. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഓക്കെ, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ വിശ്വാസം ആഴമായി വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വചനം കേൾക്കുന്നവരായി തീരണം. ദിനവും നമ്മൾ വചനം കേൾക്കണം. രണ്ട് രീതിയിൽ നമുക്ക് വചനം കേൾക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടല്ലേ? ഞാൻ പറയുമ്പോൾ നിങ്ങൾ വചനം കേൾക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾ വചനം കേൾക്കാറുണ്ടോ? ഉണ്ട്. അതെങ്ങനെ കേൾക്കാൻ പറ്റും? ഉച്ചത്തിൽ വായിച്ചാലേ കേൾക്കാൻ പറ്റും. ഓക്കെ. ഇനി ആത്മാവിൽ നിന്ന് വചനം കേൾക്കാൻ പറ്റും. അങ്ങനെ കേൾക്കുന്നവർ എത്ര പേരുണ്ട്? കൈയുയർത്തി കാണിച്ച്. ആത്മാവിൽ നിന്ന് വചനം കേൾക്കുന്നവർ. സ്തോത്രം. അപ്പോൾ രണ്ട് തരത്തിലാണ്. ഒന്ന്, ഞാൻ സംസാരിക്കുമ്പോൾ കേൾക്കുന്നതും, അതിനെ ഒരു കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന വചനവും. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും ഉച്ചത്തിൽ ബൈബിൾ വായിക്കില്ല, ഹൃദയത്തിൽ വായിക്കുന്നവരാണ്. ചിലപ്പോൾ സാഹചര്യങ്ങൾ മോശമായതുകൊണ്ടായിരിക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ഉച്ചത്തിൽ വായിക്കാൻ കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ചെവി കേൾക്കുന്ന രീതിയിൽ ബൈബിൾ വായിക്കണം. എല്ലാ സമയത്തും നമുക്ക് പോസിബിൾ ആവില്ല, ഒരു പക്ഷേ ആരെയും ശല്യപ്പെടുത്താതെയൊക്കെ വായിക്കുമ്പോൾ. എന്നാലും നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ എങ്കിൽ, ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വചനം ഉറക്കെ വായിക്കണം. നിങ്ങളുടെ ചെവി കേൾക്കണം, വേറെ ആരും കേൾക്കണമെന്നില്ല. എൻ്റെ ചെവി ഞാൻ വായിക്കുന്ന വചനം കേൾക്കണം. ഹല്ലേലൂയ. അത് നമ്മളെ ഫെയ്ത്തിനെ ബിൽഡ് ചെയ്യും. ഹല്ലേലൂയ. അതുമാത്രമല്ല, നമ്മുടെ ആത്മാവിൽ വചനം പതിയാൻ അത് ഏറ്റവും ഉപകാരപ്രദമാണ്. മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ എന്ത് ചെയ്യുക? ഉച്ചത്തിൽ വചനം വായിക്കുക. നമ്മൾ വായിക്കുന്ന വചനങ്ങൾ ചിലത് നമ്മുടെ ആത്മാവിൽ സ്റ്റോർ ചെയ്യപ്പെടും ദൈവാത്മാവിനാലെ. ചില സമയത്ത് നമ്മൾ ഒന്നും ചെയ്യാതെ നിൽക്കുമ്പോൾ, വചനം വായിക്കാത്ത സമയത്ത് ഇത് നമ്മുടെ ആത്മാവിൽ നിന്ന് കേൾക്കുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും. ഹല്ലേലൂയ. അതറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? തുടർച്ചയായി വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വചനം വായനയും ധ്യാനവും എന്ന് പറഞ്ഞാൽ രണ്ടും വ്യത്യസ്തമായ തലങ്ങളാണ്. വായിക്കുക എന്ന് പറയുന്നതും ധ്യാനിക്കുക എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. നമ്മൾ ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ കാണുന്നത് നമുക്കറിയാമല്ലേ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അതിനെ രാപ്പകൽ വായിക്കുന്നവൻ ഭാഗ്യവാൻ എന്നല്ല, രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനെന്ന്. അപ്പോൾ ആദ്യമൊക്കെ തുടങ്ങുന്ന സമയത്ത് എന്നോട് പലരും ചോദിക്കാറുണ്ട്, എങ്ങനെ ബൈബിൾ വായിക്കാം? ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ വായിക്കുന്ന ഒരു രീതി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വായിക്കാം, പക്ഷെ ഒരു ഓർഡറിൽ വായിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ പഴയ നിയമം, പുതിയ നിയമം, രണ്ട് ഭാഗങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത് രണ്ടും നമുക്ക് വേണം. ചിലർ പറയാറുണ്ട് പഴയ നിയമം വേണ്ടെന്ന്. ഒരിക്കലുമല്ല, നമുക്കിത് രണ്ടും ആവശ്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വായിക്കാമെന്ന് വെച്ചാൽ, ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ, ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ, നിങ്ങൾക്കുള്ള വഴിയെന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയിൽ നിന്ന്, ജനസിസിൽ നിന്ന് 5 അധ്യായവും സുവിശേഷം മത്തായി അതിൽ നിന്ന് 5 അധ്യായവും വായിക്കാം. ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ രാവിലെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ. പക്ഷെ നിർബന്ധമായും 10 അധ്യായങ്ങൾ നമ്മൾ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് വായിച്ചിരിക്കണം. അപ്പോൾ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഇങ്ങനെ അത് പോകും. ആ ഓർഡറിൽ തന്നെ നിങ്ങൾ വായിക്കണം. പഴയ നിയമം വായിച്ചു തീരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പുതിയ നിയമം ഒരു 3 പ്രാവശ്യമെങ്കിലും വായിക്കാൻ പറ്റും. കാരണം പുതിയ നിയമം കുറച്ചേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വായിക്കാൻ കഴിയാത്തവർക്കെല്ലാം ഐഡിയ പറഞ്ഞുതരാം. വായിക്കുന്നവർക്ക് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കെന്ന് ഇന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം വായിച്ചു, നാളെ ഗലാത്യർ വായിച്ചു, മറ്റന്നാൾ സങ്കീർത്തനം വായിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ
നമുക്ക് ഒരു ഐഡിയയും കിട്ടത്തില്ല. വായിക്കുമ്പോൾ നമ്മളൊരു ഫ്ലോയിൽ വായിക്കാനായിട്ട് ശ്രദ്ധിക്കണം ബൈബിൾ എപ്പോഴും. നിങ്ങൾക്ക് ഒരു സുവിശേഷം, മത്തായിയുടെ സുവിശേഷം ഒരു ദിവസം വായിച്ച് തീർക്കാമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം ഒരുമിച്ച് വായിച്ച് തീർക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണെന്ന് ഞാൻ പറയും. ഹല്ലേലൂയ. അങ്ങനെ ഓരോ പുസ്തകങ്ങളായിട്ട് നിങ്ങൾക്ക് വായിച്ച് തീർക്കാൻ പറ്റുവാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് കഴിയുന്നത് പോലെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം പ്രാർത്ഥിക്കണമല്ലോ, എല്ലാം വേണം. അതുകൊണ്ട് നമ്മളങ്ങനെ ബൈബിൾ വായിക്കുന്ന രീതി അതാണ്. ഇനി ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ള എക്സാമ്പിൾ പറയാം കേട്ടോ. നമ്മൾ പശുവിനെയൊക്കെ വീട്ടിൽ വളർത്തുന്നവർക്കറിയാം, നമ്മൾ അതിൻ്റെ മുന്നിലേക്ക് ഭക്ഷണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പശു എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ വേഗത്തിലെല്ലാം കൂടെ വാരി വലിച്ചങ്ങ് തിന്നും. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, എല്ലാം പെട്ടെന്ന് തിന്നു തീർക്കും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അത് കിടക്കും. കിടക്കുന്ന സമയത്ത് അയവിറക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. പശു, കുതിര, അങ്ങനെയൊക്കെയുള്ള പല ജീവികൾക്കുണ്ട്. അതിന് അയവിറക്കും. അത് കഴിച്ച ഭക്ഷണം ഉരുളകളായി വായിലേക്ക് എടുത്തിട്ട് വീണ്ടും അത് ചവച്ചരയ്ക്കും, ദഹിക്കുന്നത് വരേക്കും. അതാണ് ഇവിടെയും നടക്കേണ്ടത്. വായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൂടി വലിച്ചു വാരി തിന്നുന്നതിന് തുല്യമാണ്. എന്നാൽ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ വചനങ്ങളായി എടുത്ത് നമ്മളത് അയവിറക്കുന്നത് പോലെയാണ്. ഓരോ വചനങ്ങൾ എടുത്ത്. മനസ്സിലാവുന്നുണ്ടോ ആ വ്യത്യാസം എന്ന് പറയുന്നത്? ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഞാനൊരു വചനം എടുത്തു, ആ വചനത്തോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ആയി, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, ഞാൻ ആ വചനത്തെ എൻ്റെ മനസ്സിലിട്ട് ചിന്തിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എത്ര പേർ അങ്ങനെ വായിക്കാറുണ്ട്? ഒരു വചനം എടുത്തിട്ട് ആ വചനത്തെ പറ്റി മനസ്സിൽ ചിന്തിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. കുറച്ച് പേരുണ്ട്. സ്തോത്രം. അപ്പോൾ നമുക്കൊരു വചനം കിട്ടിയാൽ ആ വചനത്തെ പറ്റി നമ്മൾ ചിന്തിക്കണം. ആ വചനം മനസ്സിലിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അതിനോട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു, അതിന് കാരണം എന്താണ്, ഓരോ വാക്കുകളും നമ്മളത് ചിന്തിക്കുന്നതാണ് നമ്മളതിനെ ധ്യാനം എന്ന് പറയുന്നത്. അതാണ് വളരെ വ്യത്യാസം ഇതിൽ വചന വായനയും ധ്യാനവും. അപ്പോൾ വായിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാം. വായിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ധ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്നെല്ലാം ദൈവാത്മാവ് തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അതാണ് അതിൻ്റെ വ്യത്യാസം. ഹല്ലേലൂയ. അപ്പോൾ വചനത്തിൻ്റെ കേൾവിയാൽ നമുക്ക് വിശ്വാസം വരും. വചനം നിങ്ങളുടെ ഹൃദയത്തിൽ എത്രത്തോളം നിറയുന്നോ അത്രത്തോളം വിശ്വാസത്തിൽ നിങ്ങൾ നിറയുന്നവരായി തീരും. നിങ്ങൾ ഈ വായിക്കുന്ന വചനം പലപ്പോഴും നിങ്ങൾക്ക് കേൾക്കാനും പറ്റും. ഹല്ലേലൂയ. പലപ്പോഴും ഉറക്കത്തിൽ നിങ്ങൾ വചനം കേൾക്കും. ചിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അതുവരെ അപ്പോഴൊന്നും ചിന്തിക്കാത്ത ഒരു വചനം പെട്ടെന്ന് നിങ്ങൾ കേൾക്കും ആത്മാവിൽ നിന്ന്. അത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. നിങ്ങളുടെ ആ സാഹചര്യത്തിന് വേണ്ട വചനമാണത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. നിങ്ങൾ എപ്പോഴും അത് ഡൗൺലോഡ് ചെയ്തതാണ്. വീണ്ടും എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവ് നിങ്ങൾക്കത് നൽകി തരുന്നു, പ്രകാശിപ്പിച്ചു തരികയത്. ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള വചനം ദൈവം നൽകി തരുന്നു. ആ ഭാഗത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വചനത്തിലൂടെ ദൈവം സംസാരിക്കും നിങ്ങളോട്. അപ്പം അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എപ്പോഴും വചനം വായിക്കുന്നവരായി തീരണം, മടുക്കാതെ വായിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. പലരും പറയാറുണ്ട്, സിസ്റ്ററെ ഒന്നും മനസ്സിലാകുന്നില്ല, വായിച്ചിട്ട് മടുത്തു പോകുന്നു പെട്ടെന്ന്. അതെന്തുകൊണ്ടെന്ന് അറിയാമോ? നമുക്ക് ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മടുപ്പ് തോന്നാറില്ലേ? എന്തുകൊണ്ടാണ് കാരണം? നമ്മൾ അവരെ സ്നേഹിക്കാത്തതുകൊണ്ടാണ്. സ്നേഹിക്കുന്ന ഒരാളോട് എത്ര സമയം വേണോ നിങ്ങൾ സംസാരിക്കും, എത്ര സമയം വേണോ കൂടെ ഇരിക്കും. ശരിയാണോ? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് നിങ്ങളോട് സംസാരിക്കുന്നതെങ്കിൽ ഇതൊന്ന് നിർത്തിയെങ്കിൽ മതിയായിരുന്നു എന്ന്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് തുടങ്ങിയാൽ ദൈവവചനത്തെ സ്നേഹിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് വചന വായനയും ധ്യാനവും എല്ലാം. നമ്മൾ ദൈവത്തെ സ്നേഹിക്കാനായി തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ദൈവവചനത്തെ സ്നേഹിക്കാനായി തുടങ്ങും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവവചനത്തെ സ്നേഹിക്കുക, അതിനെ വായിക്കുക. കാരണം അത് ജീവനാണ്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവാണ്, ജീവനാണ്. ഓരോ വചനം നിങ്ങൾ വായിക്കുമ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അത് ജീവനായി ആത്മാവായി നിങ്ങൾക്ക് മാറിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പം അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. വെറുതെ ഇല്ല. ഞാൻ ഒരു വചനം വായിച്ചാലും അതിനകത്തുള്ള ജീവൻ നിങ്ങളുടെ അകത്തേക്ക് വ്യാപരിക്കും. ഈ ജീവന്റെ പാക്കേജാണ് വചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചു, എന്താണ് ഇതിനകത്ത് ജീവനുണ്ടെന്ന് പറയുന്നത്? അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഈ വചനത്തിന് ജീവിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. ഇത് ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്.
സകലത്തെയും തുളച്ചു ചെല്ലാൻ കഴിവുള്ളതാണ്. ഹല്ലേലൂയ. നിങ്ങൾ വചനം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സൗഖ്യമാകാം. അതുകൊണ്ടാണ് ഈ രോഗസൗഖ്യത്തിൻ്റെ വചനത്തിനൊക്കെ അത്രയും പ്രാധാന്യമുള്ളത്. രോഗസൗഖ്യത്തിൻ്റെ വചനങ്ങളെല്ലാം എഴുതി വെച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, നമ്മളത് പറയുമ്പോൾ, ചിന്തിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് ഹീലിംഗ് കടന്നു വരുന്നത് വചനം വാളായി തുളച്ച് അസ്ഥിയെയും മാംസത്തെയും എല്ലാം തുളച്ച് ചെല്ലാനുള്ള കഴിവ് അതിനുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അത്രയും പ്രാധാന്യം ഈ വചനത്തിന് കൊടുക്കണം. അപ്പോൾ മനസ്സിലായല്ലോ, ഒന്നാമത്തെ കാര്യം എന്താ? വചന വായനയും ധ്യാനവും നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു. പിന്നെ എന്ത് പ്രശ്നം ചുറ്റുമുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ വീഴില്ല. കാരണം എന്താ? ഈ വചനം നമ്മുടെ അകത്ത് കിടക്കുക. ഹല്ലേലൂയ. എന്ത് പരീക്ഷ വന്നാലും നമ്മൾ വീഴത്തില്ല, വചനമുണ്ട് അകത്ത്. ഏത് പ്രശ്നത്തിൻ്റെ മുമ്പിലും നിങ്ങൾക്ക് ആ പ്രശ്നത്തെ ഫേസ് ചെയ്യാനുള്ള വചനം ഉണ്ടാവും. ഹല്ലേലൂയ. യേശുവിൻ്റെ മുന്നിൽ പിശാച് വന്നപ്പോൾ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചു, അതിൻ്റെ എല്ലാം മുന്നിൽ ഉത്തരം പറയാൻ കർത്താവിന് വചനം ഉണ്ടായിരുന്നു. ആ വചനത്തിൻ്റെ നിറവിൽ നിന്നേ വചനം വരത്തുള്ളൂ. നമ്മൾ എന്താണോ ഹൃദയം നിറയുന്നത് അതാണ് അധരം സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളുടെ ഹൃദയത്തെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിറയ്ക്കേണ്ടത്? വിഷമം കൊണ്ടല്ല, ഭാരങ്ങൾ കൊണ്ടല്ല, വേദനകൾ കൊണ്ടല്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടല്ല നിറയ്ക്കേണ്ടത്. എന്തുകൊണ്ട് നിറയ്ക്കണം? വചനം കൊണ്ട് നിറയ്ക്കണം. എത്ര പേർ പറയുന്നു, സിസ്റ്റർ ഞാൻ ഇന്ന് മുതൽ വചനം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കാനായിട്ട് പോവുകയാണ്. വചനം കൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കും. ഹല്ലേലൂയ. എപ്പോഴെല്ലാം സാഹചര്യം കിട്ടുന്നു അപ്പോഴെല്ലാം വചനം നിങ്ങൾ ഭക്ഷിക്കണം, പെട്ടെന്ന്. ഹല്ലേലൂയ. നമുക്കറിയാം, വിശക്കുമ്പോൾ വിശന്ന് നമ്മൾ നല്ലോണം വിശക്കുവാണെന്ന് വിചാരിക്കുക. നിങ്ങൾ രാവിലെ മുതൽ ഒരു ഫുഡും എടുക്കാതിരിക്കുവാണ്, വൈകുന്നേരം ആയപ്പോൾ നല്ല ഭക്ഷണം നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടി. നിങ്ങൾ എങ്ങനെയായിരിക്കും ഫുഡ് കഴിക്കുന്നത്? വേണോ വേണ്ടയോ എന്ന് ചിന്തിച്ചിട്ടാണോ? ടേസ്റ്റ് പോലും ഒരുപക്ഷെ നോക്കിയെന്ന് വരില്ലേ, എന്തേലും ആട്ട് കഴിക്കുക അല്ലേ? അങ്ങനെ കഴിക്കില്ലേ നമ്മൾ വിശക്കുന്ന സാഹചര്യത്തിൽ? അതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു വിശപ്പുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ഒരു ദാഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? വചനം നമ്മൾ വായിക്കും, വചനം നമ്മൾ എന്ത് ചെയ്യും? ഭക്ഷിക്കും. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ്, ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് ദൈവം പറഞ്ഞു, ആരെല്ലാമാണോ ദാഹത്തോടെ ഇരിക്കുന്നത്, യാചിക്കും പോലെ കർത്താവെ തന്നേ മതിയാകൂ, അവരെ ഞാൻ ചിലത് പഠിപ്പിക്കും എന്നാണ് പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കേട്ടോ, അവരെ ആ ദൈവം പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആഗ്രഹമില്ലാത്തവരെ പഠിപ്പിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഹല്ലേലൂയ. പിടിച്ചിരുത്തി പഠിയടാ എന്ന് കുഞ്ഞുങ്ങളോട് നമ്മൾ പറയത്തില്ലേ, പഠിക്കടാ. ഒരു ആഗ്രഹമില്ലാത്ത പിള്ളേരെ പഠിപ്പിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ടീച്ചറായിരുന്ന ആളായതുകൊണ്ടാണ് ഈ പറയുന്നത്. ആ പിള്ളേർക്ക് ഒരു താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് പഠിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടല്ലേ? എന്നെ കേൾക്കുന്ന അപ്പന്മാർക്കും അമ്മമാർക്കും ഒക്കെ അത് മനസ്സിലാവും. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില കുഞ്ഞുങ്ങൾ പറയാറുണ്ട്, ടീച്ചറെ കുറച്ചുകൂടി പഠിപ്പിക്കുമോ? എന്നാൽ ചില കുട്ടികൾ പറയും, അയ്യോ ഇതൊന്നും നിർത്തുമോ ഈ പഠിപ്പിക്കൽ, കാരണം അവർക്ക് അതിൽ താല്പര്യമില്ല. എന്നാൽ ആരെല്ലാമാണോ ദാഹത്തോടെ ആയിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് എന്നെ അങ്ങ് പഠിപ്പിക്കണം, ആത്മാവിൻ്റെ ചില തലങ്ങളെ പറ്റി എന്ന് ആഗ്രഹത്തോടെ ആയിരിക്കുന്നത്, അവരെയാണ് ദൈവം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ എവിടെയൊക്കെ നമ്മൾക്ക് നിരാശ വന്നിട്ട് പഠിക്കണമെന്ന് ഒന്നും ഇനി പഠിക്കണ്ട എന്നൊക്കെ ഉള്ള തോന്നൽ പലരും ആയിപ്പോയി. മനസ്സിലായോ? ആ തീയൊക്കെ അണഞ്ഞു പോയിട്ട് ഉള്ളവരെ കർത്താവിന് പഠിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പം ഇന്ന് നിങ്ങൾക്ക് ആ ഒരു ദാഹം ഉണ്ടാകണം, അപ്പം എന്നെ അങ്ങ് പഠിപ്പിക്കണം, പല കാര്യങ്ങളും ആത്മമണ്ഡലത്തിലുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസം നിലനിർത്താൻ, വിശ്വാസം കെട്ടിപ്പടുക്കാൻ ഒന്നാമതായി വേണ്ടത് എന്താണ്? നമ്മുടെ വചന ധ്യാനമാണ്. വചന കേൾവി, വചന ധ്യാനം. കണ്ടിന്യൂസ് ആയിട്ട് ഹൃദയത്തിൽ നിങ്ങൾ വചനം നിറയ്ക്കണം. റോമർക്ക് എഴുതിയ ലേഖനം 10:8 പറയുന്നു, വചനം എവിടെ ഇരിക്കുന്നെന്നാ അതിൽ പറയുന്നേ? റോമർക്ക് എഴുതിയ ലേഖനം 10:8 വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും എന്നാണ് പറയുന്നത് അല്ലേ? വചനം ബൈബിളിലാണെന്നല്ല അവിടെ പറയുന്നത്. വചനം നിനക്ക് സമീപമായി. 10:8 തന്നെയാണോ? അറിയത്തില്ല. ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആണോ? അതെ. അതെ. ഓക്കെ താങ്ക് യു. അപ്പോൾ വചനം എവിടെ ഇരിക്കണം? അപ്പോൾ നമ്മുടെ ഹൃദയത്തിലും വായിലും ഇരിക്കണം. ഇനി മുതൽ അവിടെ ഉണ്ടാവുമോ വചനം? വചനം എവിടെ വേണം? നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ വായിലും സമീപമായി ഇരിക്കട്ടെ. പിശാച് അത് കണ്ടാൽ ഓടണം. നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ഫെയ്ത്ത് ലെവൽ അവൻ കാണണം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് രണ്ടാമത്തെ കാര്യം,
സ്പിരിച്വൽ ഗിഫ്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഓപ്പറേറ്റ് ചെയ്യണം. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ആത്മാവിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെടുന്ന വിശ്വാസം, അതാണ് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ ലഭിക്കുമെന്ന് ചോദിച്ചാൽ, കേൾക്കുന്നുണ്ടോ? ആത്മാവിലൂടെ, കേട്ടോ, ആത്മാവിലൂടെയാണ് ലഭിക്കുന്നത്. നമുക്ക് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നമ്മൾ ആത്മവരങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമല്ലോ. ആ ഭാഗം നമുക്കറിയാം അല്ലേ? എല്ലാവർക്കും അറിയാം. ഗിഫ്റ്റുകളെക്കുറിച്ച് അറിയാം, പരിശുദ്ധാത്മാവിൻ്റെ. അതിലൊരു പ്രധാനപ്പെട്ട വരമാണ് ഏത്? വിശ്വാസത്തിൻ്റെ വരം. ഹല്ലേലൂയ. ഏത് വരമാണ്? വിശ്വാസത്തിൻ്റെ വരം. ആ വിശ്വാസം എന്ന് പറയുന്ന വിശ്വാസം നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴോ വചനം വായിക്കുമ്പോഴോ ഉണ്ടാകുന്ന വിശ്വാസമല്ല. ആ ഫെയ്ത്ത് എന്ന് പറയുന്നത് ദൈവം നമ്മുടെ ഉള്ളിൽ നൽകിത്തരുന്ന വിശ്വാസമാണ്. ഹല്ലേലൂയ. ആത്മാവിലൂടെ ലഭിക്കുന്ന ഗിഫ്റ്റാണത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഗിഫ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് ആ വിശ്വാസത്തിൻ്റെ വരം തരണം. ആ ഗിഫ്റ്റ് നമ്മളിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ദൈവികമായ ഒരു വിശ്വാസം കടന്നു വരും. എന്ന് പറഞ്ഞാൽ ഗോഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത്. ദൈവത്തിൻ്റെ വിശ്വാസം എന്താണ്? ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതിനെ വിളിച്ചു വരുത്താനുള്ള വിശ്വാസം. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതിനെ വിളിച്ചു വരുത്താനുള്ള വിശ്വാസം. ഹല്ലേലൂയ. ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്ന് പറയുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ ദൈവത്തിൽ വ്യാപരിക്കുന്ന ഒരു വിശ്വാസം. യേശു പറഞ്ഞു, നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതനുസരിക്കും, അതങ്ങനെ സംഭവിക്കും. ഹല്ലേലൂയ. ആ ഒരു ഫെയ്ത്ത് നമ്മുടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ ആത്മാവിൽ ഓപ്പറേറ്റ് ചെയ്ത് അല്ലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ആ വരത്തെ നമ്മുടെ ഉള്ളിൽ തന്നാലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇന്ന് തൊട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു പ്രധാന ഭാഗമായിരിക്കണം, അപ്പം ആ വിശ്വാസത്തിൻ്റെ വരം എന്നിൽ നൽകിത്തരണം. ഞാൻ വചനമൊക്കെ വായിക്കാറുണ്ടായിരുന്നു കേട്ടോ, വചനം വായിക്കുന്ന ആളൊക്കെ തന്നെ ആയിരുന്നു. എങ്കിലും എൻ്റെ ജീവിതത്തിൽ എപ്പോഴാണ് വിശ്വാസം ദൃഢമായതെന്ന് ചോദിച്ചാൽ ആത്മാവിലൂടെ അതെനിക്ക് ലഭിച്ചപ്പോഴാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിലൂടെ എൻ്റെ ഉള്ളിലേക്ക് ദൈവം ആ വിശ്വാസത്തെ പകർന്നു തന്നപ്പോഴാണ്. പിന്നെ എന്ത് പ്രതികൂലം എൻ്റെ ചുറ്റിലുണ്ട് എന്ന് പറഞ്ഞാലും ഞാൻ ആര് പറയുന്നതേ വിശ്വസിക്കത്തുള്ളൂ? ദൈവം പറയുന്നതേ വിശ്വസിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നുണ്ട്, അതല്ലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. സാഹചര്യം എന്നോട് പലതും പറയും. ഡോക്ടർ എന്നോട് പറയും രോഗം സൗഖ്യമാകത്തില്ല. ഞാൻ പറയും ആത്മാവ് പറയുന്നു അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. അതാണ് സത്യം. ഹല്ലേലൂയ. ചുറ്റുപാട് നിൽക്കുന്നവർ പറയുന്നു ഒന്നും ശരിയാവാൻ പോകുന്നില്ല, സാഹചര്യം എല്ലാം മോശമാണ്, എല്ലാം റോങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും എൻ്റെ ഹൃദയത്തിൽ എനിക്കറിയാം പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നു, ഇല്ല, സകലതും നിനക്ക് വേണ്ടി ഞാൻ മുന്നൊരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് ആ 2 ലെവലിൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, വചന കേൾവിയാലുള്ള വിശ്വാസം. 2, പരിശുദ്ധാത്മാവിൻ്റെ വരത്താൽ നമ്മുടെ ഉള്ളിൽ നൽകപ്പെടുന്ന വിശ്വാസം. നമുക്ക് ഒരു വചനം കൂടി വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം വായിക്കാമോ? ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി. മതി ബ്രദറെ, അതിന്റെ മുന്നിലൊന്ന് വായിക്കാമോ? 3:16 ഒന്ന് വായിച്ചു നോക്കിയേ. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും മതി. അപ്പോ അവൻ തൻ്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം തൻ്റെ ആത്മാവിനാൽ, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ എന്ത് ചെയ്യണം? അകത്തെ മനുഷ്യൻ ബലപ്പെടണം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. ഹല്ലേലൂയ. അത് ചെയ്യാൻ ഒരു മനുഷ്യനെ കൊണ്ടും പറ്റത്തില്ല, അത് ആത്മാവിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ജോലിയാണത്. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് അളവില്ലാതെ പകരപ്പെടണം. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കാനായി തുടങ്ങണം. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നിങ്ങളിൽ വ്യാപരിക്കാനായി തുടങ്ങണം. പ്രത്യേകിച്ച് അന്യഭാഷ, ടങ്സ്, വ്യാഖ്യാനവരം, ഇൻ്റർപ്രിട്ടേഷൻ, ഇതെല്ലാം നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന വരങ്ങളാണ്.
ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ടങ്സിൽ പ്രാർത്ഥിക്കുന്നതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ റലത്തിലേക്ക് നമ്മളെ പിടിച്ചു കയറ്റുന്ന ടങ്സ് ഉണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ റലത്തിലേക്ക്. അപ്പോൾ ആ ഒരു ടങ്സിൻ്റെ ഗിഫ്റ്റൊക്കെ കിട്ടുന്നവർക്ക് വളരെ വിശ്വാസം കൂടുതലായിരിക്കും. എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവർ കുലുങ്ങത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആ ഒരു തലത്തിലേക്ക് വളർന്നു വരണം. അതിനാണ് നമ്മൾ ഈ മീറ്റിംഗ് എല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ അല്ലേ? പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്യണം? ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കണം. ഹല്ലേലൂയ. ആത്മാവിനാൽ. അപ്പോൾ ആത്മാവ് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നിരന്തരം. ഞാൻ നിന്നിൽ വസിക്കുന്നു, നീ എന്നോട് കൂടെ ആയിരിക്കുന്നു, ഞാനും നീയും ഒന്നായിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും? ഫെയ്ത്ത് ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഇപ്പോൾ ലോകത്തിൽ എന്ത് സംഭവിക്കുന്നെന്ന് പറഞ്ഞാലും ഞാൻ കുലുങ്ങത്തില്ല. കാരണം എന്താ? ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്നുള്ള റെവലേഷൻ, ഒരു വെളിപ്പാട് എൻ്റെ ഉള്ളിലേക്ക് ആത്മാവിനാൽ പകർന്നു കിട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ എന്തെല്ലാം കോളിളക്കങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടായാലും വിശ്വാസത്തിൽ ഇളകാൻ നമുക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളുടെ പണി ഫെയ്ത്ത് ബിൽഡ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ചെയ്യുക കേട്ടോ. ടങ്സ് ലഭിക്കാത്തവർ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, അവിശ്വാസത്തിൻ്റെ വരം എന്നിൽ നിറയ്ക്കാനുള്ള ടങ്സ് പ്രൊവൈഡ് ചെയ്യണമേ. ഹല്ലേലൂയ. അടുത്ത തലങ്ങളിലേക്ക് എനിക്ക് കയറി വരണം. ഞാൻ ഓരോ പ്രതിസന്ധി വരുമ്പോൾ താഴോട്ട് ഇറങ്ങി പോകാനായിട്ട് പാടില്ല. പല ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ, രോഗങ്ങളോ ഭാരങ്ങളോ പ്രയാസങ്ങളോ കടങ്ങളോ ഒക്കെ കൊണ്ടുവരുമ്പോഴും നിൽക്കാനുള്ള ബലം നമ്മൾ ആ വിശ്വാസത്താലാണ് കാണേണ്ടത്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആ ശബ്ദം നിങ്ങൾ കേൾക്കുന്നിടത്തോളം കാലം നിങ്ങൾ വീണു പോവില്ല. ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ, അപ്പാ എനിക്ക് അങ്ങയുടെ ശബ്ദം കേട്ടേ മതിയാകൂ, ആ വിശ്വാസത്തിൽ എനിക്ക് നിന്നേ മതിയാകൂ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ തലത്തിലുള്ള ടങ്സുകൾ നിങ്ങൾക്ക് തുറന്നു കിട്ടണം. അതിൻ്റെ വ്യാഖ്യാനം എന്താണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാനായി കഴിയണം. ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഒന്നിച്ചൊന്ന് ആരാധിച്ച ശേഷം ഒരുമിച്ച് ടങ്സ് പറയാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക അല്ലേ? കർത്താവ് സഹായിക്കും. വിശ്വാസത്തിൽ നിങ്ങൾ വളരണം. ഒരിക്കലും എന്ത് ഭാരം വന്നാലും നിങ്ങൾ വീണു പോകാത്തവരായി എഴുന്നേൽക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ മക്കളെ അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി. യൂട്യൂബിൽ എന്നെ കാണുന്ന എല്ലാ മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഇപ്പോൾ കർത്താവ് അവരെ അനുഗ്രഹിക്കുന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. വിശ്വാസം അവരുടെ ജീവിതത്തിൽ വളരട്ടെ, വളരട്ടെ, വളരട്ടെ. ഫെയ്ത്ത് ബിൽഡ് ചെയ്യപ്പെടട്ടെ കർത്താവ്. എല്ലാ അവസ്ഥയിലും അവർക്ക് നിൽക്കാനുള്ള ഒരു ബലം എൻ്റെ കർത്താവ് കൊടുക്കുന്നതിനായി നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു കർത്താവ്. ഞാൻ ഓരോ മക്കളെയും ബ്ലെസ് ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇതിനെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ, വിശ്വാസത്തിൽ എങ്ങനെ മുന്നോട്ട് വരാം, കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, അത് പറയാം. വീണ്ടും നമുക്ക് കാണാം. കർത്താവ് നിങ്ങളെ അതുവരെ അനുഗ്രഹിക്കട്ടെ, കൂടെ ഇരിക്കട്ടെ. ഓക്കെ, എന്നാ ഗോഡ് ബ്ലെസ് യു.